From the previous class, we discussed about food chains. അല്ലേ, ഫുഡ് ചെയിൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Today we are going to learn about a new topic, that is food web. Okay, so what do you mean by food web? Many food chains join together to form the food web. നമ്മൾ ഓരോ ഫുഡ് ചെയിൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത്. ഫോർ എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ് ആൻഡ് വാട്ടർ സ്നേക്ക്. ദാറ്റ് ഈസ് ആൻ ഫുഡ് ചെയിൻ. അതെന്താണ്? ഒരു ഫുഡ് ചെയിൻ ആണ്. അതുപോലെ വേറൊരു ഫുഡ് ചെയിൻ ആണ് പറയുന്നത് ഗ്രാസ്, ഡിയർ, ലയൺ. അതും എന്താണ്? ഫുഡ് ചെയിൻസ് ആണ്. So, the food chains are joined together to form the food web. ഫുഡ് ചെയിൻസ് കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫുഡ് വെബ്. ഇൻ നാച്ചർ വി ക്യാൻ സീ മെനി ഫുഡ് വെബ്സ്. നമ്മുടെ നാച്ചുറൽ നമുക്ക് ഒരുപാട് ഫുഡ് വെബ്സ് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. Prepare a food web by including organism you are familiar with. നിങ്ങൾക്കറിയുന്ന ഓർഗാനിസത്തിനെ വെച്ചിട്ട് ഒരു ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ഇവിടെ ഒരു ഫുഡ് വെബ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫുഡ് വെബിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ ലെവൽ ആരാണ്? യെസ്, ദാറ്റ് ഈസ് ദി ഗ്രാസ്. ഇതിൽ ഒരുപാട് ഫുഡ് ചെയിൻസ് ഉണ്ട് അല്ലേ? ഗ്രാസ് ഹോപ്പർ, ബേർഡ്, കാറ്റ്, അതൊരു ഫുഡ് ചെയിനാണ്. അതുപോലെ ഗ്രാസ് ഹോപ്പർ, ബേർഡ്, ഫ്രോഗ് വേറൊന്ന്. അതുപോലെ ഗ്രാസ് വേം, സ്പൈഡർ, കാറ്റ്, അത് വേറൊന്ന്. സോ ഇങ്ങനെ ഒരുപാട് ഫുഡ് ചെയിൻസുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഫുഡ് വെബ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാസ് ഹോപ്പർ ഭക്ഷണമാക്കുന്നുണ്ട്. ഗ്രാസ് ഹോപ്പേഴ്സിനെ ബേർഡ്സ്, ദെൻ ബേർഡ്സ് കാറ്റ്. ഓക്കെ, ആൻഡ് ഗ്രാസ് വേം കഴിക്കുന്നുണ്ട്. വേംസിനെ സ്പൈഡേഴ്സിനെ സ്നൈലും കാറ്റും കഴിക്കുന്നുണ്ട്. അതുപോലെ ഗ്രാസ് ഹോപ്പർ, ബേർഡ്, ഫ്രോഗ്. ദെൻ ഫ്രോഗിനെ ആര് കഴിക്കുന്നുണ്ട്? കൈറ്റ് കഴിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ എന്താ പറയുക, ഒരുപാട് ഈ ഒരു ഫുഡ് ചെയിൻസിൽ നിന്നും നമുക്ക് ഒരുപാട് ഫുഡ് വെബിൽ നിന്നും ഒരുപാട് ഫുഡ് ചെയിൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ആരോ മാർക്ക് എവിടേക്കാണോ പോകുന്നത് അത് മനസ്സിലാക്കിയെടുക്കുക. എന്നാൽ ഇതിൽ ഫസ്റ്റ് ഇനീഷ്യൽ ലെവൽ എപ്പോഴും ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സും ആയിരിക്കും. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ചില ഓർഗാനിസത്തിൻ്റെ നെയിം ആഡ് ചെയ്തിട്ട് ഒരു ഫുഡ് വെബ് ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, അതിന് മുന്നേ ഇത് നോട്ടിലോട്ട് എഴുതിയെടുക്കും വേണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. We have found that the first level of any food chain is always occupied by the green plants. Is it? Yes. What might be the reason for this? എന്താണ് ഇതിൻ്റെ കാരണം? Discuss the matter in connection with the idea of photosynthesis. What do you mean by photosynthesis? Yes, CO2-നെ എടുത്തിട്ട് O2-നെ പുറത്ത് വിടുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്. അത് പ്ലാന്റ്സിലാണ് നടക്കുന്നത്. സോ ആ ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എന്തുകൊണ്ടാണ് ഗ്രീൻ പ്ലാന്റ്സ് എപ്പോഴും ഫസ്റ്റ് ലെവലായിട്ടൊരു ഫുഡ് വെബിൽ അല്ലെങ്കിൽ ഫുഡ് ചെയിനിൽ നിൽക്കുന്നത്? Green plants prepare their own food because of the reason that green plants prepare their own food. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്, ക്ലോറോഫിൽ, എയർ, വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, സോ ദേ ആർ നോൺ ആസ് പ്രൊഡ്യൂസേഴ്സ്. അവർ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. Organisms that depend on other organisms for their food are called consumers. So, consumers means what? Yes, വേറെ ഉള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ഒക്കെ എക്സാമ്പിൾ ഫോർ കൺസ്യൂമേഴ്സ് ആണ്.
ഓക്കെ. ഡു ലയൺ ആൻഡ് ടൈഗർ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്? ലയണും ടൈഗേഴ്സും ഒക്കെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അവരുടെ ഫുഡിന്? യെസ് ഓർ നോ? Yes, they indirectly depend on plants for their food. അതെങ്ങനെയാണ് വരുന്നത്? യെസ്, അവർ ഭക്ഷണമാക്കുന്നത് ആരെയാണ്? അവർ ഫീഡ് ചെയ്യുന്നത് ഡിയറിനെ, റാബിറ്റിനെ, ഗോട്ടിനെയൊക്കെയാണ്. ഇവരെന്താണ് ഫീഡ് ചെയ്യുന്നത്? യെസ്, ദേ ഫീഡ് ദി ഗ്രീൻ പ്ലാന്റ്സ്. സോ ഈ ടൈഗറും ലയണൊക്കെ ഇൻഡയറക്റ്റ്ലി പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ ദെയർ ഫുഡ്. ഓക്കെ. Where do the animals preyed upon by the lion and tiger get their food from? അതായത് അവരെ ഇരകളാകുന്ന ജീവികൾക്ക് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? അതും എവിടെ നിന്നാണ്? യെസ്, ഗോട്ടിനും റാബിറ്റിനൊക്കെ എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? പ്ലാന്റ്സ്. They get food from plants. So all living beings are directly or indirectly depend on the plants for their food, so they are known as producers. Okay. And the next one, mixing with the soil. Green plants need certain nutrients to prepare food and grow. ഈ ഗ്രീൻ പ്ലാന്റ്സിന് വളരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചില ന്യൂട്രിയൻസും ഫുഡൊക്കെ ആവശ്യമുണ്ട്. Plants continuously absorb those nutrients from the soil. So ഈ പ്ലാന്റ്സ് എവിടെ നിന്നാണ് ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദി സോയിൽ. സ്റ്റിൽ ഹൗ ഡു ദോസ് ന്യൂട്രിയൻസ് റിമൈൻ ഇൻ ദി സോയിൽ ഓൾവേസ്? ഇങ്ങനെ അവർ കണ്ടിന്യൂസ്ലി ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തിട്ടും നമ്മുടെ സോയിൽ ഇപ്പോഴും എങ്ങനെയാണ് ആ ന്യൂട്രിയൻസ് അവിടെ തന്നെ നിൽക്കുന്നത്? അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ലീഫ് ഒബ്സർവ്ഡും ചേഞ്ചസ് ഇൻ ദ ലീഫും. ഒരു ലീഫിന് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എ ലീഫ് വിച്ച് ഹാഡ് ഫാളൺ 1 or 2 days ago. അതായത് നമ്മുടെ മരങ്ങളിൽ നിന്നും 1-2 ദിവസം മുന്നേ വീണ ഇലയ്ക്ക് എന്തുണ്ടായിരിക്കും? യെസ്, ലീവ്സ് ബിഗെയിൻ ടു വിത്തർ. ദാറ്റ് മീൻസ് അത് ഉണങ്ങാൻ തുടങ്ങും. അല്ല, ഒരു ഇല വീണ് കഴിഞ്ഞാൽ അത് എപ്പോഴാ ഒരു ഗ്രീനി ആയിട്ടാണ് നിൽക്കുന്നത്? അല്ല, അത് 2-3 ദിവസം കഴിഞ്ഞാൽ അത് വിത്തർ. ദാറ്റ് മീൻസ് ഉണങ്ങുന്നുണ്ട്. ആൻഡ് എ ലീഫ് വിച്ച് ഫെൽ സെവറൽ ഡേയ്സ് എഗോ. കുറേ മുന്നേ വീണ ഒരു ഇലയാണെങ്കിൽ അത് എന്ത് സംഭവിക്കുന്നുണ്ട്? ലീഫ് ബിഗെയിൻ ടു ഡീക്കേ. ദാറ്റ് മീൻസ് അതിൽ ലയിക്കാൻ, അല്ലെങ്കിൽ അതിൽ ക്ഷയിക്കാൻ തുടങ്ങുന്നുണ്ട്. കുറേ മുന്നേ ഒരു വീണയിലാണെങ്കിൽ അതിലെന്ത് ചെയ്യുന്നുണ്ട്? അത് അതിലങ്ങോട്ട് ലയിച്ച് പോകുന്നുണ്ട്. യെസ്, ഫ്രം ദാറ്റ് വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദിസ് പ്ലാന്റ്സ് ഒബ്റ്റൈൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദി സോയിൽ. കാരണം ഈ ലീഫൊക്കെ ഡീക്കേ ചെയ്യുന്നത് എവിടേക്കാണ്? സോയിലോട്ട് തന്നെയാണ്. സോ ആ സോയിലിന് എപ്പോഴും ആ ഒരു ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ട് അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. What happens to the body parts of plants and animals when they are die? നമ്മൾ മരിച്ചാലും അതുപോലെ പ്ലാന്റ്സ് വീണിട്ട് മണ്ണിൽ അലിഞ്ഞാലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡീകമ്പോസ് ആഫ്റ്റർ ദെയർ ഡെത്ത് ആൻഡ് മിക്സ് വിത്ത് ദി സോയിൽ. എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഡെത്തിന് ശേഷം അവർ സോയിൽ ഡീകമ്പോസ് ചെയ്തിട്ട് ആ സോയിലുമായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഓക്കെ. സോ വാട്ട് ഡു യു മീൻ ബൈ ഡീകമ്പോസേഴ്സ്? Decomposers, which means microorganisms like bacteria, fungi, break organic remains and add them to the soil. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ബാക്ടീരിയ, ഫംഗസ് എന്നിവരൊക്കെ പ്ലാന്റ്സിൻ്റെ കേസായാലും ഇനി ഫോർ ഹ്യൂമൻസിൻ്റെ കേസായാലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മണ്ണിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് സോയിലിലോട്ട്. സോ ദേ ആർ നോൺ ആസ് ഡീകമ്പോസേഴ്സ്. സോ ബാക്ടീരിയ, ഫംഗയൊക്കെ എന്താണ്? ഡീകമ്പോസേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. The nutrients formed as a result of decomposition. Decomposition കഴിഞ്ഞിട്ട് ന്യൂട്രിയൻസ് ഫോം ചെയ്യുന്നുണ്ട്. Further become available for the growth of plants. സോ ഈ ന്യൂട്രിയൻസ് ആണ് പിന്നീട് വളരുന്ന പ്ലാന്റ്സിന്
ഹെൽപ്പ് ആകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് പ്ലാന്റ്സിന് സോയിലിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടുന്നത്? ഇറ്റ്സ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗി ഡീകമ്പോസ് ചെയ്തിട്ട് നമ്മുടെ സോയിലിലോട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. ആ ന്യൂട്രിയൻസ് ആണ് നെക്സ്റ്റ് പ്ലാന്റ്സിന് ന്യൂട്രിയൻ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, and the next one, analyze the illustration given below and explain the relations among producers, consumers and decomposers. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 85-ൽ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെന്താണ്? ഫസ്റ്റ് ആരാണ് വരുന്നത്? പ്രൊഡ്യൂസേഴ്സ് അല്ലേ? പ്രൊഡ്യൂസേഴ്സിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ദെൻ കൺസ്യൂമേഴ്സിന് ഡീകമ്പോസിഷൻസ് ഡെഡ് റിമെയിൻസ് ആയിട്ട് അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഡീകമ്പോസേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഈ ഡീകമ്പോസ് എന്തായിട്ട് മാറുന്നുണ്ട്? ന്യൂട്രിയൻസ്. ദെൻ ഈ ന്യൂട്രിയൻസ് പിന്നെയും പ്ലാന്റ്സിലോട്ട് എത്തുന്നുണ്ട്. ദെൻ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. ഇത് ഫുഡായിട്ടാണ്. ഇവിടെ ഡെഡ് റിമൈൻസ് ഡീകമ്പോസിഷൻ നടന്നിട്ടാണ് ഡീകമ്പോസിഷൻ നടന്നിട്ടാണ് ന്യൂട്രിയൻസ് ആകുന്നത്. ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ നടന്നിട്ടാണ് എവിടെ എത്തുന്നത്? ഇറ്റ്സ് പ്രൊഡ്യൂസേഴ്സിൽ എത്തുന്നത്. സോ നമ്മളൊരു ഇല്ലുസ്ട്രേഷൻ കണ്ടല്ലോ. ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇൻ ഫുഡ് റിലേഷൻസ് പ്ലാന്റ് ഈസ് ദി ഫസ്റ്റ് ലിങ്ക്. ഏതൊരു ഫുഡ് റിലേഷൻ എടുത്താലും അതിൽ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്. ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, സോ ദേ ആർ കാൾഡ് പ്രൊഡ്യൂസേഴ്സ്. All living beings depend on plants for their food directly or indirectly through photosynthesis. Food is stored in different parts of the plant body. നമുക്കറിയാം ഒരു പ്ലാന്റ് ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് പാർട്സിലായിട്ടായിരിക്കും. ആൻഡ് ആനിമൽസ് ഇൻ ടേൺ കൺസ്യൂം ദി സ്റ്റോർഡ് ഫുഡ്. സോ ഈ പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് പാർട്സിലൊക്കെ സ്റ്റോർ ചെയ്ത ഫുഡ് ആര് കൺസ്യൂം ചെയ്യുന്നുണ്ട്? അനിമൽസും ഹ്യൂമൻസും ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫുഡിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളെ എന്ത് വിളിക്കുന്നുണ്ട്? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. If the dead bodies of animals and plants accumulate on the earth without decomposition. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇത് ഈ കൺസ്യൂമേഴ്സ് കഴിച്ചു ഡെഡ് റിമൈൻസ് ആകുമ്പോൾ ഡീകമ്പോസിഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഒരു ഡീകമ്പോസിഷൻ പ്രോസസ്സ് ഡീകമ്പോസേഴ്സ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ it will pollute the soil, water, atmosphere and adversely affect the existence of living beings അല്ലേ? ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ആ ചീഞ്ഞ് നാറിയ സംഭവങ്ങൾ നമ്മൾ മണ്ണിൽ അത് ലയിക്കാതെ അത് അവിടെ തന്നെ നിന്നാൽ ഇത് എന്തായാലും അഡ്വേഴ്സ്ലി ഹ്യൂമൻ ബീങ്സിനെയും സോയിലിനെയും വാട്ടറിനെയും ഒക്കെ അറ്റ്മോസ്ഫിയറിനെയും ഒക്കെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദോസ് തിങ്സ് മസ്റ്റ് ബി ഡിസ്പോസിബിൾ ബൈ ദി ആക്ഷൻ ഓഫ് ഡീകമ്പോസിഷൻ. ആൻഡ് ദ ഡീകമ്പോസിഷൻ വർക്ക് ഈസ് ഡൺ ബൈ ഡീകമ്പോസേഴ്സ്. ഓക്കെ, അങ്ങനെ ഡീകമ്പോസേഴ്സ് വർക്ക് ചെയ്തിട്ട് അവിടെ ന്യൂട്രിയൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ന്യൂട്രിയൻസിനെയാണ് നെക്സ്റ്റ് പ്ലാന്റിംഗ് ഗ്രോത്ത് അബ്സോർബ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറയുന്ന കാര്യം. അത് ജസ്റ്റ് ഒന്ന് 2-3 സെൻറ്റൻസ് ആക്കിയിട്ടൊന്ന് ചുരുക്കി എഴുതണം. ഓക്കെ, and the next one is when we intervene in nature it must be clear to you by now that producers, consumers, decomposers and abiotic factors are all part of the ecosystem. Is it? Yes, producers, consumers, decomposers, biotic and abiotic factors ഒക്കെ എക്കോസിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ്. What changes will occur in the ecosystem when any one of those factors is altered? ഇത് ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇറ്റ്സ് എക്കോസിസ്റ്റം അവിടെ ഫെയിൽ ആകുന്നുണ്ട്. And many activities of human beings cause destruction to the ecosystem. List them. എക്കോസിസ്റ്റത്തിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇന്ന് നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അർബനൈസേഷൻ ഉണ്ട്,
ഇൻഡിസ്ക്രിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ആ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഫോറസ്റ്റ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ബിൽഡിംഗ് മോൾ ഹൗസ് എക്സെട്ര. ആൻഡ് ഫില്ലിംഗ് അപ്പ് ഓഫ് പാഡി ഫീൽഡ് ആൻഡ് പോൺസ്. ആ പോൺസും പാഡി ഫീൽഡൊക്കെ നിരത്തി അത് നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫോറസ്റ്റ് ഒക്കെ വെട്ടി മാറ്റിയിട്ട് അവിടെ ബിൽഡിങ് മോൾ ഹൗസുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അർബനൈസേഷൻ നടക്കുന്നുണ്ട്. നാച്ചുറൽ റിസോഴ്സസിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ് എക്കോസിസ്റ്റത്തിനെ ഫെയിലാക്കുന്ന ഓരോരോ റീസണുകളാണ്. ഓക്കെ, ഒബ്സർവ് ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. നമ്മുടെ ലാസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 2 പിക്ചേഴ്സ് അല്ലേ. Discuss the problem caused by the leveling of land and filling of paddy field based on the indicators given below. Write them down in the science diary. സോ അവിടെ എന്തുണ്ട് 4 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് ആർ ദി എക്കോസിസ്റ്റം ഡിസ്ട്രോയ്ഡ് ബൈ ദോസ് ആക്ടിവിറ്റീസ്, വാട്ട് ഓൾ ഓർഗാനിസം ലോസ് ദെയർ ഹാബിറ്റാറ്റ്സ്, വിച്ച് ഓർഗാനിസംസ് വുഡ് ഫുഡ് സ്കാസിറ്റി ഓഫ് ഫുഡ് ഫേസ് സ്കാസിറ്റി ഓഫ് ഫുഡ്, ഹൗ ഡു ദോസ് ആക്ടിവിറ്റീസ് എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് അബയോട്ടിക് ഫാക്ടേഴ്സ് നെസസറി ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 2 പിക്ചറും തന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. വെൻ ലെവലിംഗ് ദ ഹിൽ സ്ലോപ്സ് reduce the availability of food and water, losses breeding places in snake. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ ലെവലുകൾ ഓരോ പോൺസും റിവേഴ്സും ഒക്കെ ലെവൽ ചെയ്താൽ അവിടെയുള്ള ഓർഗാനിസത്തിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാബിറ്റാറ്റ് നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ വാട്ടർ ആൻഡ് ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. വെൻ എ പോണ്ട് ഈസ് ഫില്ലഡ് വിത്ത് സാൻഡ്, ഒരു കുളം മണ്ണ് വെച്ചിട്ട് അതങ്ങ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ അഡ്വേഴ്സ്ലി എഫക്റ്റ് ദി അക്വാട്ടിക് ഓർഗാനിസം ഇൻ ദി പ്ലാന്റ്. ആ പ്ലാന്റിലുള്ള ഒരുപാട് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ പ്രൊഡ്യൂസേഴ്സ്. ഇഫ് ദേ ഡിസപ്പിയർ there is no living thing. സോ ഇവിടെയൊക്കെയാണ് ഗ്രീൻ പ്ലാന്റ്സും അല്ലെങ്കിൽ ഗ്രീൻ ലീവ്സും ഒക്കെ കാണപ്പെടുന്നത്. നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യാണ്, ലോസ് ആക്കിയാൽ ഇതെന്ത് ചെയ്യണം, ഇതൊക്കെ ഡിസപ്പിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ ഡേ ബൈ ഡേ എന്ത് ചെയ്യാണ്, നമ്മുടെ എല്ലാ ഫീൽഡ്സും പോൺസും അതേപോലെ ഹിൽ സ്ലോപ്സും ഒക്കെ നമുക്ക് നഷ്ടമായി വരികയാണ്. സോ അതൊന്നും നഷ്ടപ്പെടാതെ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. സോ അതിന് വേണ്ടിയിട്ട് 2-3 പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക. എങ്ങനെ നമുക്ക് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ അല്ലെങ്കിൽ എർത്തിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് 2-3 പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക. അതുപോലെ ബാക്കിയുള്ള വർക്കുകളും ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ ചാപ്റ്ററാണ്. മെയിനായിട്ട് ഇതിൽ പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്താ, കൺസ്യൂമേഴ്സ് എന്താ, ഫുഡ് ചെയിൻസിനെ പറ്റിയിട്ടും ഫുഡ് വെബ്, ദെൻ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൽ ലെറ്റേഴ്സ് എസ്എസിൽ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി മാക്സിമം നമ്പർ ഓഫ് ഫുഡ് ചെയിൻസ് ബൈ ഇൻക്ലൂഡിങ് ദി ഓർഗാനിസംസ് ഗിവൺ ബിലോ. അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു പോണ്ടിൽ ഒരുപാട് ഫാക്ടേഴ്സിനെ ടാബുലേറ്റ് ചെയ്തൊരു കോളം നമുക്ക് അവിടെ കാണാൻ പറ്റും. Are there only suitable ones in each group? Which are the unsuitable ones? ഇതിൽ ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, സ്യൂട്ടബിൾ ആവാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ദ ഇൻ്റർഡിപ്പെൻഡൻസി ഓഫ് ദ വാരിയസ് ഫാക്ടേഴ്സ് ഇൻ ദീസ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിലെ ഇൻ്റർഡിപ്പെൻഡൻസി ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടും ഒരു ചെറിയ നോട്ട്സും എഴുതുക. ഓക്കെ, ആൻഡ് 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് വിൽ ബി അഫക്റ്റഡ് ഇഫ് എ ലാർജ് മാംഗോ ട്രീ ഈസ് കട്ട് ഡൗൺ. ഒരു വലിയ മാങ്ങ മരം മുറിച്ചാൽ എന്തിനൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തണൽ നഷ്ടമാകുന്നുണ്ട്, കുട്ടികൾക്കല്ലേ കളിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അതിലുള്ള ഒരുപാട് സ്മോൾ ക്രിയേച്ചേഴ്സും സ്മോൾ ബേർഡ്സിനും ഒക്കെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണ് റീസൺസ് എന്നുള്ളത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 3 or 4 പോയിൻറ്റ്സ് എഴുതി അയച്ചു തരിക. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ വരുന്ന സംശയങ്ങൾ ടീച്ചർക്ക് വിളിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.